മണ്ഡലത്തിലുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, പണ്ഡിത വര്യന്മാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു വേദിയിലും സദസ്സിലുമാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ബഹുമാന്യനായ സയ്യിദുൽ ഉസ്താദ് നയിക്കുന്ന സഹപ്രവർത്തകർ നയിക്കുന്ന ഈ കേരള യാത്രയിൽ പാലക്കാട് ജില്ലയിൽ നടന്ന മഹത്തായ ഒരു സ്വീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വേദിയിലാണ്, സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയത്. യഥാർത്ഥത്തിൽ ഒറ്റപ്പാലത്തിന്റെ വരുമ്പം ഇപ്പോഴാണ് മനസ്സിലായത്. ഒറ്റപ്പാലത്തിലുള്ള സമ്മേളനത്തിലും അതുപോലെ തന്നെ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നവരാണ് നോക്കുന്നത്. ഒറ്റപ്പാലത്തിൽ ഇത്രയധികം വലിപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയത് ആ ഒറ്റപ്പാലത്തിന്റെ വലിപ്പം ദൃശ്യമാകുന്ന തരത്തിൽ വളരെ ഭംഗിയായി, മനോഹരമായി, ചിട്ടയായി, അച്ചടക്കത്തോടുകൂടി ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കേരള മുസ്ലിം ജമാഅത്തിനെയും അതിന്റെ പോഷക സംഘടനകളെയും ഈ അവസരത്തിന് അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിൽ നടക്കുന്നില്ല. ഇവിടെ ഏറ്റവും പ്രസക്തമായ എന്ന് പറഞ്ഞാൽ പോരാ, മലയാളത്തിൽ അതിനേക്കാൾ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പ്രസക്തമായ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വഴി തുറക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെച്ചത്. മനുഷ്യർക്കൊപ്പം. നേരത്തെ ബഹുമാനായ മന്ത്രി പറഞ്ഞു, നിരവധി അർത്ഥ തലങ്ങൾ അതിനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊപ്പം നമ്മൾ നിൽക്കണം. നമ്മൾ പലരും മനുഷ്യർക്കൊപ്പമല്ല. ഈ സമൂഹത്തിലുള്ള ഒരു വലിയ സന്ദേശമാണ് അത് വഴി കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനുഷ്യർക്കൊപ്പമാണെന്നല്ല പറയുന്നത്. മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ മനുഷ്യർക്കൊപ്പം അല്ല എന്ന് പഠിക്കുന്ന രൂപത്തിലുള്ള സംഗതികളുടെ സംശയങ്ങളും നിലപാടുകളുടെ സമീപനങ്ങളും വരുമ്പോഴാണ് സമൂഹത്തെ ധരിക്കാൻ, ഭരണാധികാരികളെ ധരിക്കാൻ, കൈകാര്യങ്ങളെ ധരിക്കാൻ നിങ്ങൾ മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കണം, മനുഷ്യർക്കൊപ്പം ആകണം എന്ന സന്ദേശമാണ് ഇതിലൂടെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ നിലയിൽ കേരള സമൂഹത്തിന്റെ വലിയ ചലനം സൃഷ്ടിക്കുക, കേരളത്തിന് മാത്രമല്ല വഴി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചലനം സൃഷ്ടിക്കാൻ ഒരു ലോകത്തിന്റെ പല തുറകളിലേക്കും ഈ കേരളത്തിൽ നടന്ന സുൽത്താനുകളുടെ നേതൃത്വത്തിലുള്ള ഈ സന്ദേശങ്ങൾ, ഈ യാത്ര ഒട്ടേറെ കാര്യങ്ങൾക്ക് മാതൃക സൃഷ്ടിക്കപ്പെട്ട ഈ കേരള സംസ്ഥാനത്ത് മറ്റൊരു മാതൃക കൂടി ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ സമൂഹത്തെ തെറ്റിദ്ധരിക്കുന്നതിനും ശരിയായ നയിക്കുന്നതിനും വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്തും സംഘടിപ്പിക്കുന്നുണ്ട്, ഇനിയും സംഘടിപ്പിക്കേണ്ടി വരും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രീതിയിലുള്ള കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ ഇനിയും പ്രവേശിച്ചുകൊണ്ട് ബഹുമാനായ ഈ കേരള യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന സൈനികർക്കും അതുപോലെ തന്നെ തങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാർ ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ പാലക്കാട് ജില്ലയിലേക്കും ഒറ്റപ്പാലത്തേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ വിധത്തിലുള്ള നന്ദിയും കടപ്പാടും ആദരവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. നന്ദി.